വരാനിരിക്കുന്ന പ്രധാന ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO. ദേശീയ ബഹിരാകാശ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സംസാരിക്കവേ ISRO മേധാവി ഡോക്ടർ S. സോമനാഥാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ചന്ദ്രയാൻ 4 ശുക്രനിലേക്കുള്ള ദൗത്യം 2035ഓടെ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം തുടങ്ങിയവയാണ് ഈ പദ്ധതിയിലെ പ്രധാനപ്പെട്ടവ. ചന്ദ്രനിലേക്കുള്ള അടുത്ത ദൗത്യമായ ചന്ദ്രയാൻ 4 ഉടൻ വിക്ഷേപിക്കുമെന്ന് ISRO മേധാവി അറിയിച്ചു. ശുക്രനിലേക്ക് ഒരു ഓർബിറ്റർ ദൗത്യം വിക്ഷേപിക്കാനുള്ള പദ്ധതികളും ISROയ്ക്കുണ്ട്. ഈ ദൗത്യം ശുക്രന്റെ അന്തരീക്ഷത്തെയും ഉപരിതലത്തെയും കുറിച്ച് പഠിക്കാൻ സഹായിക്കും. ഭാരതി അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം 2035ഓടെ ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിൽ ആദ്യ മൊഡ്യൂൾ 2028ഓടെ വിക്ഷേപിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2040ഓടെ ഇന്ത്യ ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാനാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത തലമുറയിലെ റോക്കറ്റുകൾ നിർമ്മിക്കാൻ പ്രധാനമന്ത്രി അനുവാദം നൽകിയിട്ടുണ്ട്. ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സാധ്യതകൾ വർദ്ധിപ്പിക്കും. കൂടാതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ അയക്കാനുള്ള ആശയം പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണെന്നും ഡോക്ടർ സോമനാഥ് പറഞ്ഞു. ചന്ദ്രയാൻ ദൗത്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. ഈ ദിനാചരണ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയും ഇന്ത്യൻ ശാസ്ത്രജ്ഞരും ദിവസവും പുതിയ നേട്ടങ്ങൾ കൈവരിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് പ്രശംസിച്ചു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി എത്താൻ സാധിച്ചത് ഇന്ത്യയുടെ ചരിത്രപരമായ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു.